എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. എനിക്ക് ഇപ്പോഴത്തെ വൈറസ് ഇൻഫെക്ഷൻ 2 പ്രാവശ്യം വന്നു. ഒക്ടോബർ എൻഡിലും പിന്നെ ജനുവരി എൻഡിലും. അത് 2 വൈറസ് ഇൻഫെക്ഷനാണോ ഒന്നാണോ 3 എണ്ണം ഉണ്ടെന്നാണ് പറയുന്നത്. അത് കാരണം അധികം സംസാരിക്കാനൊക്കെ പ്രയാസമുണ്ടായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെ. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതിനോട് തുടർച്ചയായിട്ടാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റാൽ ആദ്യം യോഗ കംപ്ലീറ്റ് ചെയ്യും. കാരണം എണീക്കുന്നത് 6 മണിയോ അതിന് ഇച്ചിരി മുമ്പോ ആയിരിക്കും. 6:30 ആകുമ്പോൾ യോഗ സെഷൻ തുടങ്ങും. അപ്പം വെള്ളം അധികം കുടിച്ചാലൊക്കെ വയറിലിട്ട് നിൽക്കുമ്പോൾ കമന്ന് കിടക്കാനൊക്കെ പാടാം. അത് കണ്ട് ആദ്യം യോഗ. അത് കഴിഞ്ഞ് 7:15 ആകുമ്പോൾ അത് തീരും. 7:20 ആകുമ്പോൾ 7:30 ആകുമ്പോൾ ടെറസിൽ പോയി സൺ എക്സ്പോഷർ എൻഷുർ ചെയ്യും. അതിൽ ഒരു 10 മിനിറ്റ് എങ്കിലും സൂര്യപ്രകാശം നേരെ കാണാവുന്ന സ്ഥലത്ത് നിൽക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണാടി ഫോട്ടോക്രോമൊന്നും ആകരുത്, കൂളിംഗ് ഗ്ലാസ് ആകരുത്. കണ്ണാടി സൺലൈറ്റിനെ പെർമിറ്റ് ചെയ്യുന്ന കണ്ണാടി വെച്ച് വേണം നമ്മൾ അവിടെ പോവാൻ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ കണ്ണിൽ സൂര്യപ്രകാശം അടിക്കുകയും നമ്മുടെ സിർക്കേഡിയൻ ക്ലോക്ക് കൺട്രോൾ ചെയ്യുന്ന കണ്ണിലുള്ള ചില സെൽസ് ബ്രെയിനിൽ SCN എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് സിഗ്നൽ ചെയ്യുകയും നമ്മുടെ സിർക്കേഡിയൻ റിതം റീസെറ്റ് ചെയ്യുകയും രാവിലെ ആയി എന്നുള്ള സിഗ്നൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ സിർക്കേഡിയൻ ക്ലോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് വളരെയധികം റിസർച്ചസ് കഴിഞ്ഞ 50 കൊല്ലത്തെ റിസർച്ചസിൽ നിന്ന് അറിയാം. അതിൽ ഒരെണ്ണം ഷിഫ്റ്റ് വർക്കേഴ്സ്, രാത്രിയിൽ ജോലി ചെയ്യുന്ന ഷിഫ്റ്റ് വർക്കേഴ്സിന്റെ സിർക്കേഡിയൻ ക്ലോക്കുമായിട്ട് അലൈൻ ചെയ്ത് അവർക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. അവരുടെ ഭക്ഷണം, അവരുടെ ഉണർവൊക്കെ വേറെയാണ്. അത് അവരുടെ ഹെൽത്തിനെ കുറച്ച് കാലം ആകുമ്പോൾ അഫക്റ്റ് ചെയ്യും എന്നാണ്. അഫക്റ്റ് ചെയ്യും ഗ്രാജുവലായിട്ട്. എസ്പെഷ്യലി ഡയബറ്റിസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടും എന്നാണ് അവർ കണ്ടുപിടിച്ചത്. പകലെല്ലാം കിടന്നവർ ഉറങ്ങിയാലും അവരുടെ ബോഡി ഫുള്ളി മറ്റേ സ്റ്റേജിൽ നമ്മൾ റെഗുലറായിട്ട് ജീവിക്കുന്ന ആ സ്റ്റേജിലെ ഹെൽത്ത് അവർക്ക് കിട്ടുകയില്ല എന്നാണ് അവർ മനസ്സിലാക്കിയത്. 2000-2010 ഹ്യൂമൻ ജിനോം സീക്വൻസിങ് ഒക്കെ കഴിഞ്ഞ് സയന്റിസ്റ്റിന് ആദ്യമായിട്ട് മനസ്സിലായി നമ്മുടെ ജീൻസ് എങ്ങനെയാണ് നമ്മുടെ ഹെൽത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ റിസർച്ച് ഹ്യൂമൻ ജെനറ്റിക്സിൽ കാണിച്ചത് ചില ആളുകൾ അവർക്ക് ഒബീസിറ്റി ഓർ ഡയബറ്റിസ് ഉണ്ടായിരുന്നവർക്ക് അവർക്ക് ഫോൾട്ടി സിർക്കേഡിയൻ ക്ലോക്ക് ജീൻസ് ഉണ്ടായിരുന്നു. അത് വേറെ ജെനറ്റിക് സയന്റിസ്റ്റ് മ്യൂട്ടേഷൻസ് ഇൻ ദ ജീൻ കണ്ടു. അത് നമ്മളുടെ സ്ലീപ്പ് ഹോർമോണിന്റെ ഇൻഫർമേഷൻ, നമ്മൾ രാത്രിയാകുമ്പോൾ നമ്മൾക്ക് മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ കൂടും. അപ്പൊ നമുക്ക് ഉറങ്ങണം എന്ന് തോന്നും. ആ മെലറ്റോണിന്റെ ശരിയായ രീതിയിൽ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നും, മെലറ്റോണിൻ ആണ് പാൻക്രിയാസിന് മീൽസ് കഴിഞ്ഞിട്ട് ഉള്ള പാൻക്രിയാസിന്റെ ഇൻസുലിൻ റിലീസിനെ മെലറ്റോണിൻ അഫക്റ്റ് ചെയ്യുന്നു എന്നും മെലറ്റോണിൻ കൺട്രോൾ ചെയ്യുന്നു അവർ കണ്ടു. എന്ന് പറഞ്ഞാൽ മെലറ്റോണിൻ നമ്മളെ ഉറങ്ങാനായിട്ട് സഹായിക്കുന്ന ഹോർമോണാണ്. അപ്പൊ അത് നമ്മൾക്ക് സന്ധ്യ ആകുമ്പോഴത്തേക്ക് മെലറ്റോണിൻ കൂടി വരും. കോർട്ടിസോൾ കുറഞ്ഞ് മെലറ്റോണിൻ കൂടി ഒക്കെ വരും. അപ്പോഴത്തേക്ക് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം സാവധാനത്തിൽ സ്ലോ ഡൗൺ ചെയ്യും. നമ്മൾക്ക് വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞ് അത് സ്ലോ ചെയ്യും. 8 മണിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് മെലറ്റോണിൻ കൂടിയിരിക്കുന്ന അവസ്ഥയായതുകൊണ്ട് ഇൻസുലിൻ റിലീസ് കുറഞ്ഞിരിക്കും. അപ്പോൾ മെലറ്റോണിൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യം വെച്ചിട്ട് നമ്മുടെ ശരീരത്തിലെ ജീൻസ് എല്ലാം ഒരു മെജോറിറ്റി ഓഫ് ജീൻസ് 24 മണിക്കൂർ ക്ലോക്കിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അത് ഓൺ ആൻഡ് ഓഫ് ആകും. ലിവറിലും അങ്ങനെ തന്നെയാണ്. ലിവറിൽ ഷുഗർ കൺട്രോൾ ചെയ്യുന്നതും ഫാറ്റ് സ്റ്റോറേജ് ചെയ്യുന്നതും ഒക്കെ ഇതുപോലെ ചില ഹോർമോൺസ് കൊണ്ടാണ്. ആ ഹോർമോണിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ മെലറ്റോണിനും ഒക്കെ ആണ്. അപ്പോൾ അതിന് മെലറ്റോണിൻ റിലീസ് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സിർക്കേഡിയൻ ക്ലോക്കാണ്, ഡേ ആൻഡ് നൈറ്റ്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എൻ്റെ ജീവിതത്തിലെ ചില ആപ്ലിക്കേഷൻസ്.
അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ കണ്ണു തുറക്കുമ്പോൾ നമ്മുടെ മെലറ്റോണിൻ കുറഞ്ഞിരിക്കുകയായിരിക്കും. 3 മണിയൊക്കെ കഴിയുമ്പോൾ അത് പതുക്കെ കുറയും. കോർട്ടിസോൾ പതുക്കെ കൂടും, നമ്മൾ എണീറ്റ് ജോലി ചെയ്യാനുള്ള ശക്തിയൊക്കെ നമുക്ക് തരാനായിട്ട്. അപ്പൊ ഈ മെലറ്റോണിൻ കുറഞ്ഞു കുറഞ്ഞു വരും. പക്ഷെ നമ്മൾ പോയിട്ട് ഈ വെയിലൊക്കെ കൊള്ളുമ്പോഴാണ് നമുക്ക് ഡേ ആയെന്നും ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള സമയമായെന്നും ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ മെലറ്റോണിനൊക്കെ കുറഞ്ഞിട്ട് നമ്മളുടെ ലിവറും ആക്റ്റീവാകും, പാൻക്രിയാസും ആക്റ്റീവാകും. ലിവർ അത് കോർട്ടിസോൾ കൂടുമ്പോഴേ ഷുഗർ റിലീസ് ചെയ്യാൻ തുടങ്ങും രാത്രിയിൽ 3 മണി കഴിയുമ്പോൾ. അതുപോലെ ഫുഡ് വരാറായി എന്നുള്ള ഒരു സിഗ്നൽ കിട്ടി അതിനെ റിസീവ് ചെയ്യാനായിട്ട് ഈ ഓർഗൻസ് ഒക്കെ റെഡിയാവും, നമ്മുടെ കുടലും എല്ലാം റെഡിയാവും. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ സിർക്കേഡിയൻ ക്ലോക്ക് അനുസരിച്ച് ജീവിക്കുന്നവരോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ 10 മിനിറ്റ് സൺ എക്സ്പോഷർ, എണീറ്റ് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ കലോറി മൂല്യമുള്ള ഭക്ഷണം കഴിക്കാവൂ. അതായത് ഞാൻ 6 മണിക്ക് മുമ്പേ എണീക്കും, 8 മണി കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട കാപ്പിയോ എന്തെങ്കിലും കാലറി ഉള്ള വാല്യൂ ഉള്ള ഭക്ഷണം കഴിക്കാം. അപ്പൊ നമ്മുടെ ഓർഗൻസ് ആ ഭക്ഷണത്തിനെ പ്രോസസ്സ് ചെയ്യാൻ റെഡി ആയിരിക്കും. അത് പ്രോസസ്സ് ചെയ്യുന്നത് നമ്മൾ അല്ലാതെ കഴിക്കുന്നതിൽ നിന്നും മോർ എഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഷുഗർ കൂടുന്ന സ്പൈക്സ് കുറയും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിനെ എഫക്റ്റ് ചെയ്യും. നമ്മൾ അപ്പവും ഉരുളക്കിഴങ്ങ് സ്റ്റ്യൂവും കഴിച്ചാൽ കൂടും. പക്ഷെ ഇങ്ങനെ ചെയ്താൽ ആ കൂടുന്നതിൻ്റെ തോത് കുറയും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട 2 കാര്യം: ഒന്ന്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫൈബർ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മൾ രാവിലെ ദോശയാണെങ്കിൽ ദോശയ്ക്കകത്ത് നമുക്ക് ജാക്ക് ഫ്രൂട്ട് 365 ഇടാം. അല്ലെങ്കിൽ നമുക്ക് ആ ദോശ കഴിക്കുന്നതിന് മുമ്പായിട്ട് ഫൈബറുള്ള എന്തെങ്കിലും കഴിക്കാം, ഒരു ചെറിയ സാലഡോ വല്ലതും കഴിക്കാം. എങ്ങനെയെങ്കിലും അത് തുടങ്ങി നമ്മൾ ദോശ കഴിച്ച്, ദോശയും സാമ്പാറും ഒക്കെ കഴിച്ച് നമുക്ക് ഇരിക്കാം. ഞാനിപ്പോൾ ആ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് വളരെ ഓബ്വിയസ് ആയിട്ടുണ്ടായ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, മറ്റേത് ഞാൻ രാത്രിയിൽ ഒരു പ്രാവശ്യം എങ്കിലും ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ, യൂറിൻ പാസ് ചെയ്യാനായിട്ട് ഉണരും, പോവും. തിരിച്ചു വന്നാൽ ഞാൻ അങ്ങനെ കിടക്കും, എന്തെങ്കിലുമൊക്കെ ആലോചിക്കും. തലച്ചോറിനകത്ത് ഭയങ്കര ആലോചനയാണ്, നാളെ എന്താണ് കൂട്ടാൻ പറ്റുന്നത് എന്നുള്ള ചെറിയ കാര്യങ്ങളാവാം. പക്ഷെ അങ്ങനെ ആലോചിച്ച് കിടന്ന് രാവിലെ 6 മണിക്ക് പള്ളിയിൽ മണിയടിക്കുമ്പോഴാണ് ഉറക്കം വരിക. അന്നേരം അയ്യോ പള്ളി മണിയടിച്ചു, 6 ഇനി യോഗ ചെയ്യണം എന്നൊക്കെ ഓർത്ത് ചുരുണ്ട് കിടക്കും. പിന്നെ ഉറക്കത്തെച്ചിൽ എണീറ്റ് യോഗ ചെയ്യാലായി, ചെയ്തില്ലെങ്കിലായി. അത് നമുക്ക് ക്ഷീണം ആകും. അപ്പൊ നമ്മുടെ സിർക്കേഡിയൻ ക്ലോക്കൊന്നും ഞാൻ മുകളിൽ പോകത്തില്ല, പോയിട്ട് സണ്ണിനെ കാണാൻ പോകത്തില്ല, ക്ലോക്കൊന്നും റീസെറ്റ് ആവത്തില്ല. എല്ലാം ആദ്യം തൊട്ട് കുളമായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഉണരുന്നതുകൊണ്ട്, 2 പ്രാവശ്യം ഉണരുന്നതുകൊണ്ട്, എപ്പോൾ ഉണർന്നാലും തിരിച്ചു വന്ന് കിടന്നാൽ അപ്പോൾ തന്നെ ഞാൻ ഉറങ്ങും എന്നുള്ളതാണ്. ക്ഷീണം കൊണ്ടൊന്നുമല്ല. ഉച്ചയ്ക്ക് ഞാൻ പണ്ട് പതിവായിട്ട് ഉറങ്ങും, അതിപ്പോഴും മിക്കവാറും ഉറങ്ങും. ഉച്ചയ്ക്ക് ഉറങ്ങിയാലും ഉറങ്ങിയില്ലേലും ഈ രാത്രിയിലത്തെ ഉറക്കം വളരെ സിൻക്രണൈസ്ഡ് ആയിട്ട് നടക്കുന്നു. അപ്പോൾ രാത്രിയിൽ നമ്മുടെ ശരീരം എന്തിനാണ് നമ്മളെ ഈ മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണൊക്കെ ഉൽപ്പാദിപ്പിച്ച് മറ്റേ ആക്ടിവിറ്റി ഉണ്ടാക്കുന്ന ഹോർമോണിനെ കുറച്ച് ഉറക്കുന്നത്? നമ്മൾ ഈ ഉറങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് ആക്ടിവിറ്റി നടക്കും. നമ്മുടെ ബ്രെയിൻ അതിനെ തന്നെ ക്ലിയർ ചെയ്യുകയും ക്ലീൻ ചെയ്യുകയും മെമ്മറീസും എല്ലാം ഓർഗനൈസ് ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഉറങ്ങണം, നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ കുടല്, വൻകുടല്, ചെറുകുടല് എല്ലാം അതിൻ്റെ 2 ദിവസവും 3 ദിവസവും കൂടുമ്പോൾ അതിൻ്റെ ലൈനിങ് എല്ലാം റിന്യൂ ചെയ്യും. ഏറ്റവും അധികം സെൽ ടേൺ ഓവർ ഉണ്ടാകുന്നത് നമ്മുടെ കുടലാണ്. ആ കുടല് തന്നെ നമുക്ക് പല പല എൻസൈംസ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഉണ്ടാക്കുന്നുണ്ട്. ആ കുടല് നമ്മൾ കറക്റ്റായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ ഈ കുടലിൻ്റെ ഫങ്ഷൻസ് എല്ലാം തെറ്റും. നമ്മുടെ ഗട്ട് ബാക്ടീരിയയും അതിനൊന്നും എല്ലാ സാധനങ്ങളും തെറ്റും, ഇൻക്ലൂഡിങ് കുടല്, ലിവർ എല്ലാം. അത് കാരണം ഈ ഉറക്കം നമ്മളെ പല വിധത്തിൽ എഫക്റ്റ് ചെയ്യും.
നമ്മളൊരു 10:30 കിടന്നുറങ്ങി രാവിലെ ഒരു 5:30 എണീക്കാമെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉറക്കവും കിട്ടും. അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എണീറ്റ് ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ ബാത്റൂമിൽ പോയതുകൊണ്ട് ഇൻറ്ററപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും തിരിച്ചു വന്ന് നമ്മൾ ഉടനെ തന്നെ ഉറങ്ങുന്നെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലാതെ നമുക്ക് വേണ്ടുന്ന സ്ലീപ്പ് കിട്ടും. അപ്പം അങ്ങനെ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ മാർഗമാണ് രാവിലെ എണീറ്റ് 10 മിനിറ്റ് സൺ എക്സ്പോഷർ നടത്തുക. സൂര്യ നമസ്കാരം ചെയ്യുന്നെങ്കിൽ അത് ഏറ്റവും നല്ലത്. കാരണം നമ്മളുടെ എല്ലാ സ്റ്റിഫായിട്ട് രാത്രി കിടക്കയിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ് മുഴുവനും മാറ്റുന്ന എക്സസൈസാണ് സൂര്യ നമസ്കാരം. എക്സെപ്റ്റ് സൈഡ് ഓഫ് ദ ഹിപ്പ്, സൈഡിലുള്ള നമ്മുടെ ലെഗിൻ്റെ സൈഡിലുള്ള മസിൽസ് ഒക്കെ സ്റ്റിഫായിട്ട് തന്നെ ആയിരിക്കും. കിടന്നെണീക്കുമ്പോൾ മസിലെല്ലാം സ്റ്റിഫായിരിക്കും. എസ്പെഷ്യലി എന്നെ പോലെ ഏജ്ഡ് പീപ്പിൾ. ഉടനെ തന്നെ ഇഫ് യു ജംപ് ഇൻ ടു ആക്ടിവിറ്റി മസിൽ സ്പാസം, നടുവേദന, നടുവെട്ടലൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെയുള്ള ഏതെങ്കിലും സ്ട്രെച്ചിങ് എക്സസൈസസ് ചെയ്തിട്ട് വേണം തുടങ്ങാൻ. എനിക്ക് ഉണ്ടായ നടുവ് സ്പാസം അതും ഉണ്ടായിരുന്നതിൻ്റെ ഇടയ്ക്ക് ബാക്ക് സ്പാസമും ചെയ്യാൻ ഈസി ആയിട്ട് അതിനെ റിലീസ് ചെയ്യാനും ചെയ്ത എക്സസൈസും അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക. വെയർ യുവർ മാസ്ക് കംപ്ലീറ്റ്ലി, പ്രൊട്ടക്ട് യുവർ സെൽഫ് ഫ്രം എക്സ്പോഷർ ടു ദ കറന്റ് വൈറസ്. അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതോ ഞാൻ വായിച്ചു 3 ഡിഫറെന്റ് വൈറസ് ഉണ്ടെന്ന്. ഈ 3 പുറകെയൊക്കെ വരുന്നത് നമ്മുടെ ബോഡിക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. ഒന്നാമത് ഇത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഇൻഫ്ലെയിംഡ് സ്റ്റേറ്റിൽ ഒരുപാട് ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കോവിഡ് കാലം പോലെ ഏറ്റവും വലിയ പ്രോബ്ലം. ആ ഇൻഫ്ലമേഷനുള്ള ഷുഗർ കൺട്രോൾ ചെയ്യാനൊക്കെ പ്രയാസമായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. നന്ദി, നമസ്കാരം.